അമൽ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു കാര്യം അടുത്ത് കിട്ടി. ഈ അമലോടുകൂടി നിന്റെ സകല തടസ്സങ്ങളും നീങ്ങും. മുഖക്കെട്ട് പോലുള്ള തടസ്സം നിനക്കുണ്ടോ? ഈ അമൽ ഒന്ന് ചെയ്ത് നോക്ക്. പരിപൂർണമായി നിനക്ക് റാഹത്ത് കിട്ടും. ജോലിയുള്ള തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മറ്റ് സകല തടസ്സങ്ങളും ഈ അമൽ കൊണ്ട് നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ ഒന്ന് ചെയ്ത് നോക്ക്. ജീവിതത്തിൽ വലിയ റാഹത്ത് ഉണ്ടാവും, അഭിവൃദ്ധി നിനക്കുണ്ടാവും. വിവാഹ കാര്യങ്ങൾ അടുത്തു വരുന്നതായി കാണാം. എല്ലാ മുടക്കുകളും ഈ അമൽ കൊണ്ട് നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആർക്കും വേണ്ടി ചെയ്തു കൊടുക്കാം. ഒരാളുടെ സഹായം ഇല്ലാതെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ഈ അമൽ ചെയ്യാം, ഒരു രൂപമുടക്കില്ലാതെ. ഒന്ന് ചെയ്തു നോക്കാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ്. ധാരാളം ചെറുപ്പക്കാർ, ധാരാളം മാതാപിതാക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ പൊട്ടിക്കരഞ്ഞ് എന്നെ സമീപിക്കുന്ന ഒരു വിഷയമാണ്. തങ്ങളെ മകൻക്കൊരു വിവാഹം ഒന്ന് അടുത്ത് കിട്ടാൻ 30 വയസ്സായി, 35 വയസ്സായി, ഇതുവരെ ഒരു കാര്യം അടുത്ത് കിട്ടിയിട്ടില്ല. എല്ലാം കൊണ്ടും അടുക്കും, എല്ലാം റെഡിയാവും, അവസാനത്തിലേക്ക് വരുമ്പോൾ തട്ടിപ്പോവാണ്. കാര്യങ്ങളൊന്നും അടുത്ത് കിട്ടുന്നില്ല. ഞങ്ങൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? മകൻക്കൊരു നല്ല ഹൈറായി ഇണയെ കിട്ടാൻ ഞങ്ങൾ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്, ഏത് ഇക്റിനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് സങ്കടം അറിയിക്കുന്നവരുണ്ട്. അവർക്ക് പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഒരാളെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് മകൻക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം, മകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. ചിലർ പറയാറുണ്ട്, മകൾക്കൊരു നല്ലൊരു ഹൈറായ ഇണയെ കിട്ടാൻ അവളൊന്നിനും സമ്മതിക്കുന്നില്ല, അവളൊന്ന് വിവാഹത്തിലേക്കൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്? ഈ അമലിന് ചെയ്യാം, ഈ അമലിന് ചെയ്യാം. മകനില്ല എങ്കിലും ഈ അമല് ചെയ്യാം. ജോലി സ്ഥലത്താണ്, വിദേശത്താണ് മകൻ, എങ്ങനെ ഈ അമല് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ തടസ്സങ്ങൾ പരിപൂർണമായി നീക്കാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അമൽ. ചില ആളുകൾക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് മുഖക്കെട്ട് പോലുള്ള തടസ്സം. ഒരിക്കലും അടുക്കാത്ത തടസ്സമാണ് ഈ മുഖക്കെട്ട് പോലുള്ള തടസ്സം. മുഖത്തിനൊരു കെട്ട് വരിക, ആ ഒരു തടസ്സത്തെ വരെ ഈ അമൽ കൊണ്ട് നീക്കാൻ കഴിയും. ഇതൊരു അത്ഭുതമാണ്. ഒന്ന് ചെയ്തു നോക്ക്. റിസൾട്ട് എല്ലാവർക്കും കിട്ടിയ മുജറബായിട്ടുള്ള അമലാണ്. റിസൾട്ട് ഇതിന് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. കൂടുതലൊന്നും പറയുന്നില്ല. ധാരാളം ആളുകൾ സങ്കടം അറിയിക്കുന്നവർ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം തന്നെ വിവാഹം റെഡിയാകുന്നില്ല. വിവാഹം റെഡിയാകുന്നില്ല. ധാരാളം ചെറുപ്പക്കാർ എന്നെ സമീപിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ സ്വീകരിച്ചാൽ നല്ല ഹൈറായ സ്വാലിഹത്തായ ഇണയെ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ്. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഏതാണ് അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് വരാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഒരാഴ്ചയെങ്കിലും ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. കാരണം ഓരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പരമാവധി ആളുകൾ നമുക്ക് ഇവിടെ ബുക്കിങ്ങിനാവാറുണ്ട്. തലേ ദിവസമോ 2 ദിവസമോ മുന്നേ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു നിശ്ചിത ആളാകുന്ന സമയത്ത് നമ്മൾ ബുക്കിംഗ് മറ്റൊരു ആഴ്ചയിലേക്ക് മാറ്റാറുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യാം. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ വിഷമങ്ങളും അള്ളാഹുവിനെ തീർത്ത് ജീവിതത്തിൽ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. എല്ലാ സകല തടസ്സങ്ങളും അള്ളാഹുവിനെ ഞങ്ങൾ നിന്നെ പരിപൂർണമായി നീക്കം ചെയ്യണേ റബ്ബേ. പരിപൂർണമായി നീ നീക്കം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഏതാണ് അമൽ? ഈ അമൽ ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് ഒരു 14 ദിവസമാണ്. 14 ദിവസം കൊണ്ട് നിങ്ങൾ ആ തടസ്സങ്ങൾ പരിപൂർണമായി നീങ്ങും. 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ അമൽ ചെയ്യാൻ നമുക്ക് വേണ്ടത് 14
ഇരഞ്ഞിയുടെ ഇല, ഇലഞ്ഞി ഇരഞ്ഞി എന്നൊക്കെ പറയും. ഇൻഷാ അല്ലാ അത് അറിയാത്തവർക്ക് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഇലഞ്ഞി ഇരഞ്ഞി എന്നൊക്കെ പറയും. പല ഭാഗങ്ങൾ പല പേരുകളാണ്. ചെറിയ വെള്ള ഇലഞ്ഞിപ്പൂ ഉണ്ടാകുന്ന, ഇലഞ്ഞി കായുണ്ടാകുന്ന ഇലഞ്ഞി മരത്തിൻ്റെ ഇല, ഒരു 14 ഇല, പച്ച ഇല എടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വുളു എടുക്കുക. പരിപൂർണമായി വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ ആവശ്യ നിർവഹണത്തിനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. നമ്മളൊരു അമല് ചെയ്യാൻ പോവുകയാണല്ലോ, 14 ദിവസം നിസ്കരിക്കണം വേണ്ട. ആദ്യത്തെ ദിവസം നിങ്ങൾ വുളു എടുത്ത് 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് ഈ ഇലയിലേക്ക് നല്ല ബ്ലാക്ക് CD മാർക്കർ വാങ്ങാൻ കിട്ടും. പെന്ന് പോലുള്ള നിബുള്ള ബ്ലാക്ക് മഷി CD മാർക്കർ, അത് വാങ്ങിയിട്ട് ഈ ഇലയിലേക്ക് ഖാത്തും സുലൈമാൻ എഴുതുക. പിന്നെ സൂറത്തു ശറഹ്, അലം നശ്റഹ് ഞാൻ ഇവിടെ കൊടുക്കാം, പരിപൂർണമായി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ അലം നശ്റഹ് സൂറത്ത് ഒറ്റ അറഫിൽ ഈ ഇലയിലേക്ക് പരിപൂർണമായി എഴുതുക. എന്നിട്ട് ആർക്കാണോ തടസ്സമുള്ളത്, നമ്മളെ മകൻ മുഹമ്മദിനാണ് തടസ്സമുള്ളത്, മുഹമ്മദിൻ്റെ ഉമ്മാൻ്റെ പേര് ഖദീജ, മുഹമ്മദ് ഇബിൻ ഖദീജ എന്ന് എഴുതുക. അലം നശ്ർ പരിപൂർണമായി എഴുതി അവസാനം ഇലയിൽ, അങ്ങനെ ഓരോ ഇലയിലും എഴുതി പരിപൂർണമായി എഴുതി പിടിപ്പിക്കാം. നമുക്ക് എഴുതാൻ അറിയില്ല, മദ്രസയിൽ പഠിക്കുന്ന നല്ല ഇൻഷാ ഉള്ള നല്ല എഴുതാൻ അറിയുന്ന കുട്ടികളുണ്ടാവും, അവരെ കൊണ്ട് എഴുതിക്കുക. ഓരോ ഇലയിലും ഖാത്തും സുലൈമാൻ, അലം നശ്ർ, വ്യക്തിയുടെ പേര്, അവരുടെ ഉമ്മാൻ്റെ പേര് എഴുതുക. 14 ഇലയിൽ നമ്മൾ എഴുതിയല്ലോ, ആ ഒറ്റ ദിവസം തന്നെ 14 ഇലയിൽ എഴുതുക. വുളു എടുത്ത് 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച്, എന്നിട്ട് ആർക്കാണോ തടസ്സമുള്ളത്, അദ്ദേഹം നമ്മളെ വീട്ടിലുണ്ട്, കല്യാണം അടുക്കാത്ത, അല്ല ജോലി അടുക്കാത്ത, അല്ലെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ സകല തടസ്സങ്ങളാണ്, ഒന്നും അടുക്കണില്ല, പല ജാതി ബിസിനസ് ചെയ്ത് ഒരു ബിസിനസ്സും വിജയത്തിലേക്ക് എത്തുന്നില്ല, തടസ്സം, പൈശാചികമായിട്ടുള്ള തടസ്സം, അവരിരുത്തുക. അവരോടും വുളു എടുക്കാൻ പറഞ്ഞിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുത്തുക. എന്നിട്ട് ഈ ഇലയെടുത്തിട്ട് 21 പ്രാവശ്യം സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത് ഓതി പരിപൂർണമായി ഈ ഇല കൊണ്ട് ഇടത്തുനിന്ന് വലത്തു ഭാഗത്തേക്ക് 1, 2, 3 തലൊഴിയുക, പരിപൂർണമായി ഒഴിഞ്ഞെടുക്കുക. പിന്നെ ഓതേണ്ടത് സൂറത്തുൽ അശ്റിലെ 22-ാം ആയത്ത് മുതൽ 24-ാം ആയത്ത് വരെ, അവസാനത്തെ 3 ആയത്ത്, ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ, ആ ആയത്ത് മുതൽ അവസാനം വരെ 3 പ്രാവശ്യം ഓതി ഈ ഇല കൊണ്ട് തലൊഴിയുക. പിന്നീട് സൂറത്തുൽ ഫലക്ക് 3 പ്രാവശ്യം, സൂറത്തുൻ നാസ് 3 പ്രാവശ്യം ഓതി പരിപൂർണമായി ഇല കൊണ്ട് തല ഒഴിഞ്ഞതിന് ശേഷം ഈ എരഞ്ഞിയുടെ ഒറ്റ ഇല നല്ല കത്തുന്ന തീയിലിട്ട് പരിപൂർണമായി കരിയിച്ച് കളയാം. അതിൻ്റെ കരി വെണ്ണീര് ചാരം എന്ത് ചെയ്യുക, കോരിയെടുക്കുക. എന്നിട്ടൊരു കവറിനകത്തൊരു സഞ്ചിനകത്ത് മാറ്റി വെക്കുക. 2-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ വുളു എടുക്കുക. തടസ്സമുള്ള ആൾ വുളു എടുക്കുക, ചെയ്തു കൊടുക്കുന്ന ആളും വുളു എടുക്കുക, ചെയ്തു കൊടുക്കുന്ന ആളും വുളു എടുക്കുക. 2 ആളും വുളുവിലായിരിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾ അദ്കാറുകൾ, ദിക്റുകൾ, നിങ്ങളെ ദായിമാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അമലിനെ ചെയ്യാം. 2-ാമത്തെ ഇല കൊണ്ട് 2-ാമത്തെ ദിവസം, 3-ാമത്തെ ഇല കൊണ്ട് 3-ാമത്തെ ദിവസം, 14 ദിവസം പരിപൂർണമായി മന്ത്രിച്ച് ഓരോ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഇല കരിയിച്ച് കളയാം. അങ്ങനെ 14 ദിവസം. എന്നിട്ട് 14-ാമത്തെ ദിവസത്തിൻ്റെ ചാരത്തിൻ്റെ വെണ്ണീര് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം. അതോടുകൂടി നിന്റെ സകല തടസ്സങ്ങളും, വിവാഹ തടസ്സങ്ങൾ, പ്രധാനമായിട്ട് വിവാഹ തടസ്സങ്ങൾ നീങ്ങും. ഹൈറായ സ്വാലിഹത്തായ അടുക്കുന്നതായിട്ട് കാണാം. ഇത് മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ട് തന്നെ റിസൾട്ട് ലഭിച്ച അമലാണ്. തങ്ങളെ ഈ അമൽ ചെയ്തപ്പോൾ
എൻ്റെ കാര്യം നടന്നു കിട്ടി, എൻ്റെ വിവാഹം നടന്നു കിട്ടി. എത്ര ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വന്നുകൊണ്ട് സന്തോഷം അറിയിക്കുന്നവർ. നമ്മളെ മകൻക്കും കണ്ണടയുന്നതിന് മുമ്പ്, നമ്മളെ കാലം കഴിയുന്നതിന് മുമ്പ് നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടണ്ടേ, മകൾക്കൊരു സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടണ്ടേ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി മനമുരുകി ഈ അമലിനെ ചെയ്യും. പിന്നീട് പതിവാക്കേണ്ട ഒരു ദിക്റുണ്ട്. ഒരു ദിവസം 1200 പ്രാവശ്യം ഈ ഒരു ദിക്ർ, യാ ബദിയൽ അജായിബി ബിൽ ഖൈരി യാ ബദിയ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ദിക്റാണ്. കുറേ ആളുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് 14 ദിവസം കഴിഞ്ഞാണ്ട് ദായിമാക്കാം. ചൊല്ല ഒരു ദിവസം 1200 പ്രാവശ്യം. ഹൈറായ ഇണയെ കിട്ടും, ഇത് തീർച്ചയാണ്, ഇത് മുജറബാണ്. ഒന്ന് ചെയ്ത് നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. കുറേ അമലുകൾ നമ്മുടെ മജ്‌ലിസിൽ തന്നെ ഓരോരോ വിഷയങ്ങൾക്കായിട്ട് അമൽ നമ്മൾ പറയാറുണ്ട്, ഓരോരോ പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അല്ലാഹ് വലിയ ഉത്തരം നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒരു കമൻറ്റ്, അൽഹംദുലില്ലാ ഞാൻ സ്വീകരിച്ചു, ഒരു കമൻറ്റ് ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് വലുതായി ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ, അവരും അമലിനെ സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ല